നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നാളത്തെ കഥയില് മീരയോടും ജോബിച്ചനോടും ഗ്രേസമ്മയും മാമച്ചനും അലീനയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് മാമച്ചൻ പറഞ്ഞു, അവള് പാവം പിടിച്ചൊരു പെങ്കൊച്ച, അവളിൽ നിന്ന് എന്തോ കൂടുതൽ അറിയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാ പോലീസുകാർ അവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്. എന്തറിയാനായിട്ടാ? അവൾക്കൊന്നും അറിയത്തില്ല, അവളൊരു പാവമെന്ന് പറഞ്ഞു. വെറുതെ പോലീസുകാർ അവളെ ടോർച്ചർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ജോബിച്ചൻ പറഞ്ഞു, ഒരു കാര്യമില്ലാതെ അങ്ങനെ പിടിച്ചു വെക്കും അങ്കിളെ. ചിലപ്പം അവളിൽ നിന്ന് എന്തെങ്കിലും വിവരം കിട്ടാനുണ്ടായിരിക്കും. എന്ത് വിവരം? അതിന് അവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലോ ജോബിച്ച, അവൾ നിരപരാധിയാണ്. ഇപ്പം കണ്ടില്ലേ രേവതിക്കുട്ടി, അവളെപ്പോലെ തന്നെയാണ് അവളും. 2-3 വട്ടം വീട്ടിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. അവളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം. എനിക്കും ഗ്രേസമ്മയ്ക്കും ഒക്കെ. അവൾക്ക് ഒരിക്കലും ഒരു തെറ്റൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പെൺകുട്ടിയെ അവിടെ പിടിച്ചു വെച്ചിട്ട് അവർക്ക് എന്ത് കിട്ടാനാന്ന് ചോദിച്ചു. അപ്പോഴേക്കും ജോബിച്ചൻ പറഞ്ഞു, അല്ല എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ അങ്ങനെയൊക്കെ. മീര പറഞ്ഞു, ചിലപ്പം അവർക്ക് അലീനയിൽ നിന്ന് എന്തെങ്കിലും ചോദിച്ചു മനസ്സിലാക്കാനുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇത്ര സമയം പിടിച്ചു വെച്ചിരിക്കുന്നു പറഞ്ഞു. ആ സമയം കുര്യച്ചൻ പറഞ്ഞു, മോളെ ഇവര് ഇത്ര ദൂരം വണ്ടി ഓടിച്ച് ഇവിടെ വന്നതെന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കാണാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. മീര പറഞ്ഞു, അതെന്താ വെച്ചാൽ, അല്ല നിന്റെ അച്ഛൻ പാലായിലെ DYSP അല്ലേ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തോട് ഈ കേസിനെ കുറിച്ചൊന്ന് സംസാരിക്കുവാണെങ്കിൽ. ഇപ്പം ഇവർ പറയുന്ന ആ അലീന എന്ന് പറയുന്ന കൊച്ചൊരു തെറ്റും ഇല്ലെന്നല്ലേ പറഞ്ഞേ? മറ്റൊരു തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ ഇതിനെ അവിടെ പിടിച്ചെടുത്തേണ്ട കാര്യമില്ലല്ലോ, അതിനെ വീട്ടിലേക്ക് പറഞ്ഞു വിടാലോ. അത് കേട്ടപ്പോൾ മീര പറഞ്ഞു, അല്ല അത് പിന്നെ ഞാൻ ഇതുവരെയായിട്ടും അച്ഛൻ്റെ കേസ് കെട്ടുകളൊന്നും ഇടപെടുന്ന ആളല്ല എന്ന് പറഞ്ഞു. അറിയാം, പക്ഷേ ഒരു ഛേദമില്ലാത്ത ഒരു ഉപകാരം, പാവം പിടിച്ചൊരു പെങ്കൊച്ചിൻ്റെ ജീവിതമല്ലേ. പോരാ തന്നെ അത് കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. കേസും കൂട്ടുമായൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധി ഒരാൾ വേദന അനുഭവിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ കാര്യങ്ങളൊക്കെ പറയണം. ഒടുവിൽ ഗ്രേസം പറഞ്ഞു, മോളെ എങ്ങനെയെങ്കിലും നീ നിൻ്റെ അച്ഛനോടൊന്ന് സംസാരിക്കുക. അലീനെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടണം, അലീനെ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര ദൂരം ഇവിടം വരെ വന്നേന്ന് പറഞ്ഞു. ഒടുവിൽ ജോബിച്ചനും മീരയോട് പറഞ്ഞു, മീര നീ ഒരു കാര്യം ചെയ്യുക, ഇപ്പോൾ അച്ഛനെ ഒന്ന് ഫോൺ വിളിച്ചൊന്ന് സംസാരിക്കാൻ പറഞ്ഞു. ഒടുവിൽ മീര ഫോൺ എടുത്തുകൊണ്ട് നേരെ അകത്തേക്ക് പോയി. അതിനുശേഷം തൻ്റെ അച്ഛനെ വിളിക്കുകയാണ്. അപ്പോഴേക്കും പുള്ളിക്കാരൻ ചോദിച്ചു, ആ എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങൾ? അച്ഛനിത് എവിടെയാണെന്ന് ചോദിച്ചു. അതെ ഞാൻ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. അച്ഛാ അത് ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞു. എന്താ കാര്യം? എന്താണെന്ന് വെച്ചാൽ പറ എന്ന് പറയണം. പിന്നീട് കാര്യങ്ങൾ പറയണം, അലീനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ആ കേസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവൾ നിരപരാധിയാണെന്നാ പറയണേ. അവളെ അവിടെ പിടിച്ചു വെച്ചിരിക്കുക ചോദ്യം ചെയ്യാനെന്ന് പറഞ്ഞുകൊണ്ട്, പക്ഷെ ഇതുവരെയായിട്ടും വിട്ടിട്ടില്ലെന്ന്. അത് കേട്ടുകഴിഞ്ഞപ്പം അയാൾ പറഞ്ഞു, എൻ്റെ മോളെ ആ കേസ് കേട്ടിടത്തോളം ഒരു വിവാദമായ കേസാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാളെ അത് വലിയ കോളുകളൊക്കെ സൃഷ്ടിക്കുന്ന കേസാണ്. അതുകൊണ്ട് പെട്ടെന്നൊന്നും അങ്ങനെ തലയൂരി പോരാണ്ട് ആർക്കും പറ്റില്ല. ഇനിയിപ്പം SI CI ഒക്കെ അവളെ പിടിച്ചെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ തെളിവുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. ഇതിനകത്ത് ഞാൻ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഞാനും കൂടെ നാറുന്ന കേസാണ്. അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നാളെ ഇതിന് മുകളിൽ നിന്ന് ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഞാൻ അവളെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പറയും തെളിവുകളൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സഹായിച്ചെന്നൊക്കെ പറയും. നിനക്കറിയാലോ കാര്യങ്ങൾ. നാളെ പത്രത്തിലും ന്യൂസ് ചാനലും ഒക്കെ വാർത്ത വരും. അല്ലെങ്കിൽ തന്നെ നാളെ വലിയ കോളുകളൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പെങ്കൊച്ചിനെ 3-4 പേര് കൂടിയിട്ട് റേപ്പ് ചെയ്ത കേസാ. നിസാര കേസല്ലെന്ന് നീ വിചാരിക്കണം. മീര പറഞ്ഞു, അത് പിന്നെ അച്ഛാ ആ പെങ്കൊച്ച് പാവാന്നാ പറയണേ. അതിപ്പോൾ അവർ പറയുന്നല്ലേ. അല്ല എൻ്റെ അടുത്തൊരു സഹായം ചോദിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ജോബിച്ചൻ്റെ ഒരു ആൻറ്റിയാന്ന് പറയണം. അതെന്തേലും ആയിക്കോട്ടെ, നിനക്ക് അതിൻ്റെ സീരിയസ്നെസ് ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേന്ന് ചോദിച്ചു. നീ തൽക്കാലത്തേക്ക് എന്തേലും അവരെ പറഞ്ഞു വിടാൻ നോക്ക്. അതെ ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ഫോൺ കട്ട് ചെയ്തിട്ട് മീര അവരുടെ അടുത്തേക്ക് വരുവാണ്. അപ്പോഴേക്കും ഗ്രേസമ്മ ചോദിച്ചു, എന്തായി മോളെ അച്ഛനോട് സംസാരിച്ചോ എന്ന് ചോദിച്ചു. സംസാരിച്ചു. ഇത് നിസ്സാര കേസല്ല ആൻറ്റി, വലിയ കേസ് തന്നെയാണ്. പെട്ടെന്ന് അതുകൊണ്ട് ഊരിപ്പോരാൻ പറ്റില്ല. പിന്നെ അവന്മാരെയൊക്കെ ലോക്കപ്പ് ചെയ്തിരിക്കുമല്ലേ. അലീനെന്ന് പറയുന്ന ആ പെങ്കൊച്ചിന് ചിലപ്പോൾ എന്തേലും അവളുടെ വായന്ന് എന്തേലും കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അവർ പിടിച്ചു വെച്ചിരിക്കുന്നത്. അതിന് തക്കതായ കാരണം ഉണ്ടെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം ഗ്രേസം പറഞ്ഞു, എന്ത് കാരണം? അല്ല അച്ഛൻ അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അന്വേഷിച്ചിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണേ മോളെ എന്നൊക്കെ പറയണം. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും DYSP മീരെ തിരികെ വിളിക്കുകയാണ്. തിരികെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ അവളെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ച ഒരു കംപ്ലൈൻറ്റ് എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ കംപ്ലൈൻറ്റ് എഴുതി കൊടുക്കുകയാണെങ്കിൽ വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവൾ ഇതുവരെയായിട്ടും കംപ്ലൈൻറ്റ് എഴുതി കൊടുക്കാൻ തയ്യാറായിട്ടില്ലെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. കാരണം അവർക്കെതിരെ കംപ്ലൈൻ്റൊക്കെ ആവശ്യമുണ്ട്, പരാതി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൾ അവിടെ ഇരുത്തിയേക്കുന്നതെന്നൊക്കെ പറയണം. ശരിയാച്ചാന്ന് പറഞ്ഞു കോള് കട്ട് ചെയ്തിട്ട് പിന്നീട് ഗ്രേസമ്മയോടും മാമച്ചനോടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്.
അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗ്രേസമ്മയ്ക്കും മാമച്ചനൊക്കെ ഭയങ്കര വിഷമമായി. മീര പറഞ്ഞു അവളെ കംപ്ലൈൻറ്റ് എഴുതി കൊടുക്കുകയാണെങ്കിൽ അവളെ വിടുമെന്ന് പറയാണ്. മാമച്ചൻ പറഞ്ഞു അങ്ങനെ അവൾ കംപ്ലൈൻറ്റ് എഴുതി കൊടുക്കാൻ തയ്യാറാകുമോ? എനിക്ക് തോന്നില്ല. അല്ലേ ഗ്രേസമ്മേ, മുമ്പ് അവൾ ഈ ഒരു കാര്യത്തിൽ കംപ്ലൈൻറ്റ് ഇല്ലയെന്ന് പറഞ്ഞിട്ട് പറഞ്ഞല്ലേ പോലീസിനോട്. കാരണം അന്ന് വയറ്റിൽ കത്തിരി കുത്തിക്കയറിയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞ് അത് അബദ്ധപ്പെട്ട് തൻ്റെ കൈയും കൊണ്ട് ഉണ്ടായൊരു ബുദ്ധിമോശമാണെന്നാണ് പറഞ്ഞത്. ആകെപ്പാടെ ടെൻഷനായി ഗ്രേസമ്മയ്ക്കും മാമച്ചനൊക്കെ. രേവതിക്കുട്ടിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒടുവിൽ അവരവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അലീനയെ വിട്ടില്ലെങ്കിൽ അതും പ്രശ്നമാവും. അലീനെ കംപ്ലൈൻറ്റ് എഴുതി കൊടുക്കാൻ തയ്യാറാതിരിക്കുകയും ചെയ്യണം. അങ്ങനെ ഓർത്തിട്ടൊരു സമാധാനം ഉണ്ടായില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോള് രേവതിക്കുട്ടിയെ വിളിക്കുന്നുണ്ട്. രേവതിക്കുട്ടിയെ വിളിച്ചിട്ട് കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. അപ്പോഴേക്കും രേവതിക്കുട്ടി കാര്യങ്ങൾ പറയാണ് കൃഷ്ണമോളോട്. മോള് വിഷമിക്കുകയൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കുക. അലീന ചേച്ചി ഇറക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കുകയാണ്. പക്ഷേ എങ്കിൽ കംപ്ലൈൻറ്റ് എഴുതി കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഇനി അതും കൂടെ പറഞ്ഞ് കൃഷ്ണമോളെ വെറുതെ വേദനിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് രേവതിക്കുട്ടി ഒന്നും പറയാതിരുന്നത്. അതേ സമയത്ത് SI സിയുടെ അടുത്തേക്ക് വന്നു. സിയുടെ അടുത്ത് വന്നിട്ട് സാറേ അവൾ കംപ്ലൈൻറ്റ് എഴുതി തരാൻ കൂട്ടാക്കുന്നില്ലെന്ന് പറഞ്ഞു. കംപ്ലൈൻറ്റ് എഴുതി തരാൻ കൂട്ടാക്കുന്നില്ലെന്നോ? അതെ, അവൾ കംപ്ലൈൻറ്റ് എഴുതത്തില്ലെന്ന് പറഞ്ഞാൽ അവൾക്ക് അങ്ങനെ ഒരു പരാതി ഇല്ലെന്ന് അവൾ പറയുന്നത്. ഓഹോ, അവൾക്ക് അത്രയ്ക്ക് അഹങ്കാരമോ? എങ്ങനെയെങ്കിലും അവളുടെ കയ്യിൽ നിന്ന് കംപ്ലൈൻറ്റ് എഴുതി മേടിച്ചാൽ മതിയാവുള്ളൂ. രമേശേ, അല്ലാതെ കാര്യങ്ങൾ നടക്കില്ല എന്ന് പറഞ്ഞു. കാരണം അവന്മാരെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. ശക്തമായ തെളിവുകൾ അവന്മാർക്കെതിരെ ഉണ്ടായിരിക്കണം. പരാതിയും ഒക്കെ കാണണം. 3-4 പേര് ഇറന്നിട്ട് പാവം പിടിച്ചൊരു പെൺകുച്ചിനെ റേപ്പ് ചെയ്താ, എന്നിട്ട് അവന്മാരെ അങ്ങനെ സൂഹിക്കണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ SI പറഞ്ഞു അതിന് അവൾ പരാതി എഴുതി തരത്തില്ലോ. എടോ, എന്ത് പ്രഷർ ചെലുത്തിയിട്ടാണെന്നും കുഴപ്പമില്ല, അവളെ കൊണ്ട് പരാതി എഴുതി മേടിച്ചാൽ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് സാറേ, പക്ഷെ അവൾ അതിനെ കൂട്ടാക്കുന്നില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ CI ഇങ്ങോട്ട് വന്നു. അലീനോട് നീ എന്താടി പരാതി എഴുതി കൊടുക്കാത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ സാറേ എനിക്ക് പരാതി ഇല്ലെന്ന്. ഒരുമാതിരി മറ്റൊരു സ്വഭാവം കാണിച്ചോണ്ടല്ലോ, മര്യാദയ്ക്ക് എഴുതി കൊടുത്തോണം പരാതി, അല്ലെങ്കിൽ നീ ഇന്ന് ഇവിടുന്ന് പോകത്തില്ല, ഇവിടെ തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞു. ഞാനിവിടെ ഇരുന്നോളാം സാറേ, ഇവിടെ ഇരുന്നാലും ശരി, ഞാൻ പരാതി എഴുതി കൊടുക്കത്തില്ല. ഇല്ലാത്ത പരാതി എഴുതി കൊടുക്കത്തില്ല. കഴിഞ്ഞു പോയ കാര്യമാണ്, അതിൻ്റെ പേരിൽ ഞാൻ ഇനി പരാതി എഴുതി കൊടുക്കില്ല എന്ന് പറഞ്ഞു. പിന്നീട് CI നല്ലൊരു ചീത്തയാണ് അങ്ങോട്ട് പറയുന്നത്. നിനക്ക് അത്രയ്ക്ക് അഹങ്കാരം, അന്ന് അത് കണ്ടിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞു. അവിടെ ഇരിക്കാൻ പറഞ്ഞു. പിന്നീട് കീർത്തിയോട് പറഞ്ഞു പച്ചവെള്ളം പോലെ ഇവിടെ കൊടുത്തേക്കല്ല, അവൾ ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ എങ്കിൽ അലീനയ്ക്ക് അതൊന്നും കേട്ടിട്ട് ഒരു പേടിയും കാര്യങ്ങളും തോന്നിയില്ല. അലീന അവിടെ തന്നെ ഇരുന്നു. പിന്നീടാണ് ഗോവർദ്ധനം വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അറിയുന്നത്. അലീനെ അവിടെ പിടിച്ചിരുത്തിയേക്കാണ്. കാര്യം പരാതി എഴുതി കൊടുക്കാത്തതുകൊണ്ടാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോവർദ്ധനും ഭയങ്കര വിഷമായി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? വക്കീലിനെ കാണാനായിട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ വക്കീലിനെ കാണാനായിട്ട് പറ്റിയിട്ടില്ല എതിരായിട്ടും, കാരണം നിസ്സാരമായ കേസല്ലേ ഇത്. അപ്പോൾ അതുപോലെ നല്ല പ്രഗത്ഭനായ വക്കീലിനെ വേണം കാണാനായിട്ട്. അപ്പോഴേക്ക് സുലോചനയുടെ കോള് വന്നു. സുലോചന വിളിച്ചിട്ട് ചോദിച്ചു അത് ഗോവർദ്ധനായിട്ട് എവിടെയാന്ന് ചോദിച്ചു. ഞാൻ വക്കീലിനെ കാണാൻ പോയിക്കൊണ്ടിരിക്കുക. അല്ല അലീനയെക്കുറിച്ച് വല്ല വിവരം കിട്ടിയെന്ന് ചോദിച്ചു. അതെ, ഞാനിപ്പോൾ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയാവുന്നൊരു പോലീസുകാരൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അയാളാണ് പറഞ്ഞ അലീനെ അവിടെ പിടിച്ചിരുത്തിയിരിക്കുകയാണ്. അലീനെ കംപ്ലൈൻറ്റ് കൊടുക്കാതെ അവളെ ഇവിടുന്ന് വിടത്തില്ല എന്ന്. കംപ്ലൈൻറ്റ് കൊടുക്കാതെ? അതെ, രോഹിത്തിനും ഹരിശങ്കറിനെതിരെ കംപ്ലൈൻറ്റ് എഴുതി കൊടുത്താൽ മാത്രമേ അവളെ എവിടുന്ന് വിടത്തുള്ളെന്ന്. അത് കേട്ടപ്പോൾ സുലോചന പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. അല്ല നീ ഇതെവിടെയാ? ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞു. എന്നാൽ നീ പെട്ടെന്ന് അല്ല എന്നൊക്കെ പറയാണ്. അങ്ങനെ സുലോചന ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ്. ആദ്യം ബാലേന്ദ്രനെ കാണാനായിട്ട് ചെന്നു. ബാലേന്ദ്രൻ ചോദിച്ചു അല്ല രോഹിത്തിൻ്റെ വിവരം വല്ല അറിഞ്ഞോ എന്നൊക്കെ ചോദിക്കണം. അപ്പോഴേക്കും സുലോചന പറഞ്ഞു ഇല്ലേട്ടാ, കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അല്ല ഏട്ടൻ ഇപ്പം എങ്ങനെയുണ്ട്? എനിക്കൊരു പ്രശ്നവുമില്ല, എനിക്ക് വീട്ടിൽ പോയാൽ മതി. അല്ല അലീന എന്തിയെ? അവളെ കണ്ടില്ലോ, എൻ്റെ ഫോണും കൊണ്ട് അവൾ പോയതാ. ആ ഫോൺ ഒന്ന് കൊണ്ടു തരുമായിരുന്നെങ്കിൽ. അത് കേട്ടപ്പം സുലോചന ഒന്ന് വല്ലാതെ, കാരണം അലീനയെക്കുറിച്ച് വേണ്ട എന്നൊക്കെ ആലോചിച്ചു. നീ ഒരു കാര്യം ചെയ്യുക, അലീനെ അങ്ങോട്ട് വിളിച്ചതാട്ടെ, ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ, ആ ഫോണും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറയാമെന്ന് പറഞ്ഞു. പെട്ടു സുലോചന. പറയാനും പറ്റില്ല, പറയാതിരിക്കാനും പറ്റാത്ത അവസ്ഥ. പിന്നീട് സുലോചന പറഞ്ഞു അത് പിന്നെ ഏട്ടാ അലീന അവിടെ ഇല്ലയെന്ന് പറയണം. ഇല്ലാന്നോ? അവൾ പിന്നെ എവിടെ പോയി? അവളെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കി വിട്ടതാണല്ലോ, അവൾ വീട്ടിലില്ലേന്ന് ചോദിച്ചു. അത് പോലീസ് അവളെ കൂട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞു. പോലീസോ? അവളെ എന്തിനാ? എന്തോ ചോദ്യം ചെയ്യാനെന്നും പറഞ്ഞ കൊണ്ടുപോയത്. അവളെ വിട്ടിട്ടില്ല എന്ന് പറയണം. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ ചാടി എഴുന്നേക്കുവാണ്. അപ്പോഴേക്കും നേഴ്സ് വന്നിട്ട് എന്താ സാറേ ഇതെന്താ കാണിക്കണം അപ്പോൾ ചോദിച്ചു. അവിടെ കിടക്കാനൊക്കെ പറയാം. പക്ഷെ ബാലേന്ദ്രൻ സമ്മതിച്ചില്ല. അപ്പോഴേക്കും സുലോചനയും കൂടെ കൂടി ബലമായിട്ട് ബാലേന്ദ്രനെ അവിടെ കിടത്തുവാണ്. എന്താ ഏട്ടാ, ഏട്ടൻ എന്താ കാണിക്കണമെന്നൊക്കെ ചോദിച്ചു.
ദേ എനിക്ക് പോകണം, എൻ്റെ വീട്ടിലേക്ക് പോകണം, എനിക്ക് എൻ്റെ മോളെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ കിടന്ന അലമുറ ഇടുവാണ്. അപ്പോഴേക്കും സുലോചന പറഞ്ഞു, ഏട്ടൻ ഒന്ന് സമാധാനപ്പെട്, അല്ല എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും സംഭവിക്കത്തില്ല. ദേ ഗോവർദ്ധനേട്ടൻ വക്കീലിനെ കാണാനൊക്കെ പോയിട്ടുണ്ട്, സമാധാനമായിട്ട് ഇരിക്കാൻ പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, എനിക്ക് നല്ല ടെൻഷനുണ്ട് അവളുടെ കാര്യത്തിൽ. അവളെ എന്തിനാ പോലീസ് ചോദ്യം ചെയ്യാനായിട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്? അവളെ വീട്ടിൽ വെച്ച് വേണം ചോദ്യം ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞു. അത് പിന്നെ ഏട്ടാ അവർക്ക് എന്തെങ്കിലും സംശയം ഉള്ളതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഒരു വ്യക്തി ബാലേന്ദ്രനെ ഒന്ന് സമാധാനിപ്പിക്കുക. പക്ഷേ ബാലേന്ദ്രന് വല്ലാത്തൊരു ടെൻഷനായിരുന്നു. പിന്നീട് സുലോചന നേരെ വൈജയന്തിയുടെ അടുത്തേക്ക് എല്ലുവാണ്. വൈജയന്തിയുടെ അടുത്ത് നിന്നിപ്പം വൈജയന്തി രോഗത്തിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് സുലോചന പറഞ്ഞു, അവനും ആ ഹരിശങ്കറും ഒക്കെ ചെയ്ത പ്രവൃത്തി കാരണം ബാക്കിയുള്ളവരാണല്ലോ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിടത്ത് ബാലേട്ടൻ കിടക്കുന്നു, ആ പാവം പിടിച്ച പെങ്കൊച്ചുണ്ടല്ലോ അലീന, അവളെ വന്ന് പോലീസ് കൊണ്ടുപോയിരിക്കുന്നു. അവളെയോ? അവളെ എന്തിനാ കൊണ്ടുപോയെന്ന് ചോദിച്ചു. എന്തിനാന്ന് ചേച്ചിക്ക് അറിയില്ലല്ലേ, ചോദ്യം ചെയ്യാനാണ് പോലും എന്നും പറഞ്ഞ് കൊണ്ടുപോയതാ. ഇപ്പം അവരുടെ ഡിമാൻഡ് രോഹിത്തിന് ഹരിശങ്കറിനെതിരെ പരാതി എഴുതി കൊടുക്കണമെന്ന് അലീന അത് എഴുതി കൊടുക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് അവളെ അവിടെ പിടിച്ചിരുത്തിയിരിക്കുക. അവളുടെ സ്ഥാനത്ത് വേറെ ഏത് പെൺകുട്ടികളാണെങ്കിലും പരാതി എഴുതി കൊടുത്തിട്ട് പോകത്തുള്ളൂ. പക്ഷേങ്കിൽ തിന്ന ചോറിന് നന്ദിയുള്ളവൾ അവൾ. അതുകൊണ്ടാണ് രോഹിത്തിനോ ഹരിശങ്കറിനെതിരെ പരാതി എഴുതി കൊടുക്കാത്തെ. അത് കേട്ടപ്പം വൈജയന്തി പറഞ്ഞു, എല്ലാം അവൾ കാരണമല്ലേന്ന് ചോദിച്ചു. ദേ ചേച്ചിയാന്ന് നോക്കത്തില്ല, ഞാൻ എന്തേലുമൊക്കെ വിളിച്ചു പറഞ്ഞു പോകട്ടോ, അവൾ കാരണമല്ലാന്ന്. അല്ല നിങ്ങളുടെ മോൻ ചെയ്തത് തെറ്റല്ലേന്ന് ചോദിച്ചു. പാവം പിടിച്ചൊരു പെങ്കൊച്ചിനെ റേപ്പ് ചെയ്തിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ അവനിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ വൈജയന്തി ഒന്നും മിണ്ടാതെ തല കുനിക്കുകയാണ്. എന്തിനേറെ പറയുന്നു, ചേച്ചിനെയൊക്കെ പറഞ്ഞാൽ മതി. മക്കളെ വളർത്തുമ്പോഴേ കുറച്ച് നല്ല രീതിയിൽ വളർത്താൻ നോക്കണം, അല്ലാതെ ഇതുപോലെ വളർത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുവാണ്. വൈജയന്തിക്ക് ഒന്നും മിണ്ടാൻ പറ്റില്ല. കാരണം തല കുനിഞ്ഞു പോകുന്ന ചില നിമിഷങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ തല കുനിച്ച് പിടിച്ച് നിൽക്കുകയാണ്. എന്നിട്ടും കുറ്റം ആ പാവം പിടിച്ച പെങ്കൊച്ചിന്, അതെന്ത് തെറ്റ് ചെയ്തിട്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈജയന്തിയെ കുറ്റപ്പെടുത്തുവാണ് സുലോചന. ആ സമയം വൈജയന്തിക്ക് മനസ്സിലായി ഇത് പെട്ടെന്നൊന്നും തീരുന്ന കേസല്ല, ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തുണ്ടായിരുന്നില്ല. ആ സമയത്ത് ആ സെല്ലിൻ്റെ മുന്നിലായിട്ട് ബെഞ്ചിലാണ് അലീന ഇരിക്കുന്നത്. അലീന ഇടയ്ക്ക് രോഹിത്തിനെ നോക്കിക്കഴിഞ്ഞപ്പോൾ രോഹിത് ആകെപ്പാടെ തളർന്നിങ്ങനെ ആ നിലത്തേക്ക് കുത്തിയിരിക്കുകയാണ്. അവൻ്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ അലീനയ്ക്ക് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ സഹോദരനാണല്ലോ, ഇവൻ തെറ്റ് ഇല്ലെങ്കിൽ ഇവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.